പിണറായിയുടെ വീട് എന്തിനു വേണ്ടിയാ റെയ്ഡ് ചെയ്യുന്നത്? പിണറായിക്ക് നേരെ എന്ത് ആക്ഷേപം? എന്തെങ്കിലും ആക്ഷേപം പിണറായിക്ക് നേരെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്? എന്തിനാ ഈ പിണറായിയിലെ ഈ വീട് മാത്രമല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയായിട്ടും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. ആ വാടക വീടിന് കരയിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട് ഇവിടെ ഒരു IPS ഓഫീസറായിരുന്നു. അദ്ദേഹം പണ്ട് കണ്ണൂരിൽ പോലീസ് സൂപ്രണ്ടായി പ്രവർത്തിച്ച ആളാണ്, SP. അദ്ദേഹത്തിൻ്റെ വീട് എന്തിനാ റെയ്ഡ് ചെയ്യുന്നു? 12 വീടുകൾ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാൻ എന്തിനു വേണ്ടിയാണ്? എന്ത് ആക്ഷേപം? ഒരാൾക്ക് നേരെ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാകും. ഇങ്ങനെ ഒരു പരാതിയുമില്ലാതെ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു. അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യുന്നു. രാവിലെ വെളുപ്പാങ്കാലത്ത് കേന്ദ്രസേന, ആ കേന്ദ്രസേനയുടെ സംരക്ഷണത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഇതെന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഇതൊരു രാഷ്ട്രീയ ഉദ്ദേശമാണ്, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് പിണറായിക്ക് നേരെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് നേരെയുള്ള ആക്രമണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി കൊണ്ടു. ആ തിരിച്ചടി കൊണ്ടൊന്നും തകർന്നു പോകുന്ന പാർട്ടിയല്ല. അതുകൊണ്ടൊന്നും തകർന്നു പോകാത്ത കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരാൻ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഒരാക്രമണമാണ്. ഇന്നലെ ED ഏതോ കോടതിയിൽ പോയി, ഇന്നലെ വൈകിട്ട് കോടതിയിൽ പോയതിൻ്റെ രാവിലെ ഇന്ന് വെളുപ്പാങ്കാലത്തെ റെയ്ഡ്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം തന്നെ അത് എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ഒരു IT കമ്പനി നടത്തുന്നു. പല കമ്പനികളുമായിട്ട് അവർക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് നിയമപരമായി അക്കൗണ്ടിലൂടെ അക്കൗണ്ട് മണിയായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഫീസായി അതിൻ്റെ പ്രതിഫലമായിട്ട് അംഗീകൃത വ്യവസ്ഥ അനുസരിച്ച് പണം മേടിക്കുന്നു. അതിന് ഇൻകം ടാക്സ് കൊടുക്കണം, അത് കൊടുത്തിട്ടുണ്ട്. TDS അടക്കണം, അതും അടച്ചിട്ടുണ്ട്. എല്ലാ റെക്കോർഡും ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? ആക്ഷേപം ഉന്നയിക്കുകയാണ്. ആക്ഷേപം ഉന്നയിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? അപ്പോൾ ഇത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണ്. അവിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായിട്ടൊക്കെ ചർച്ചയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഉടനീളം നടന്ന് പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. എന്താ ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് കോൺഗ്രസിന്റെ നയമായിരിക്കും. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഡൽഹി മുഖ്യമന്ത്രിയെ, ആ ഡൽഹി സംസ്ഥാനത്തിന്റെ അധികാരം പിടിക്കാൻ കേജ്രിവാളിനെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയിട്ടത്. അവസാനം കോടതിയുടെ മുമ്പാകെ വന്നു. കോടതി ചോദിച്ചു കേജ്രിവാളിന്റെ നില എന്താ ആക്ഷേപം. അവസാനം കോടതി ഉദ്യോഗസ്ഥന്മാരെ ശാസിച്ചു,
അദ്ദേഹത്തെ വിട്ടയക്കാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പുറത്തു വന്നത്. എത്ര മാസം അദ്ദേഹം ജയിലിലായിരുന്നു? അത് കേന്ദ്ര ഗവൺമെന്റും കോൺഗ്രസും കൂടി നടത്തിയിട്ടുള്ളതാണ്. അന്ന് ആ പരാതി കേജ്രിവാളിനെതിരായി കൊടുക്കുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടിയാണ്. കേരളത്തിൽ CPM തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കി കളയാമെന്നാണോ? അത് ഞങ്ങളെക്കുറിച്ച് അറിയുന്നവരാരെങ്കിലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ഏറ്റവും കരുത്തരായിട്ടുള്ള നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുക, അങ്ങനെ അതുവഴി പാർട്ടിക്കകത്തും പുറത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പാർട്ടിയെ തകർക്കുക, ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണിത്. ഇതൊരു നിസ്സാര പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയമായ ഒരു കോൺസ്പിറസിയാണ്, ഗൂഢാലോചനയാണിത്. ആ ഗൂഢാലോചനയിൽ കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് പങ്കുണ്ട്. ഡൽഹിയിൽ പോകലും ഇവിടെ വരലുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെതിരെ ശക്തമായി ചെറുത്തു നിന്നുകൊണ്ട് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഇവിടെ ഈ ഡോക്ടർ മുക്കിലുള്ള പിണറായിയുടെ വീട്ടിനകത്ത് എന്താ? ഇവിടെ ഇപ്പൊ ചില ഉദ്യോഗസ്ഥന്മാർ കയറി എന്താ നിങ്ങൾ പരിശോധിക്കുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട്, പത്രക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ എന്താ പരിശോധിക്കുന്നത്? പിണറായിയുടെ വീട് പരിശോധിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? പിണറായി ഇന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഒരു കേസ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ആരോപിക്കും. ആ കുറ്റം ആരോപിക്കുമ്പോൾ അതിന്റെ മേലെയുള്ള മറുപടി ലഭ്യമാകും. ഇങ്ങനെ ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള നടപടികളില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ ലക്ഷ്യം മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ വേട്ടയാടലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് ദുർബലപ്പെട്ടാൽ കേരളമാണ് തകരുക. ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലപ്പെട്ടാൽ വലതുപക്ഷ ശക്തിയുടെ ആധിപത്യം വർദ്ധിക്കും. വലതുപക്ഷ തീവ്രവാദം ശക്തിപ്പെട്ടു വരും. നാം ഇന്ന് നേടിയിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളും ഇല്ലാതായിത്തീരും. ഇടതുപക്ഷത്തെ തകർക്കാൻ, വലതുപക്ഷത്തിന് കരുത്തു കൊടുക്കാനുമുള്ള പിന്തിരിപ്പൻ ശക്തികളുടെ, വലതുപക്ഷ ശക്തികളുടെ, കോൺഗ്രസ് BJP ശക്തികളുടെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് എല്ലാ ജനാധിപത്യവാദികളുടെയും, നമ്മുടെ കേരളം ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും താല്പര്യമാണ്. ഇത് അഹങ്കാരവും ധിക്കാരവും താൻ പ്രമാണിത്വവുമാണ്. നിയമവിരുദ്ധ പ്രവൃത്തിയാണിത്. ഏതാണ്ട് ഒരു 3 ആഴ്ചയേ ആയിട്ടുള്ളൂ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റിയിൽ ജയിച്ചു വന്ന വിദ്യാർത്ഥി സംഘടന, അവരവിടെ മഹാഭൂരിപക്ഷം 35-ൽ 33 അംഗങ്ങളായി ജയിച്ചു വന്നു. അവർക്ക് ആഹ്ലാദ പ്രകടനം നടത്താൻ പറ്റില്ല. അവർക്ക് നേരെ ഗൂണ്ടകളെ അയച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. ഗൂണ്ടകളെ, തിരുവനന്തപുരത്തെ ഗൂണ്ടകളെ, പ്രൊഫഷണൽ ഗൂണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് KSU എന്ന പേരും പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയാണ്. ഒരു വിജയാഹ്ലാദ പ്രകടനം നടത്താൻ സമ്മതിക്കാതിരിക്കുകയാണ്. ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരിക്കുന്ന? മുനമ്പത്ത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പുറപ്പെട്ട കാര്യം മതപരമായ ശത്രു സൃഷ്ടിക്കുകയാണ്. ഇത്രയേ ദിവസമായിട്ടുള്ളൂ. എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആ മുനമ്പത്ത് എത്രമാത്രം ഭീകരമായ നടപടിയാണ് പോലീസ് നടത്തിയത്?
കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ? സ്ത്രീകളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിടെ വീടുകൾക്ക് താമസിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. 50 കൊല്ലത്തിലധികമായി താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പ്രശ്നം പരിഹരിക്കുകയാണോ ചെയ്തത്? ഇങ്ങനെ കേരളത്തിൽ നല്ലൊരു അന്തരീക്ഷം വളർന്നു വരികയായിരുന്നു. ആ അന്തരീക്ഷത്തെ തകർത്ത് കേരളത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന കരുത്തും ശക്തിയും, ആ ശക്തിയെ ദുർബലപ്പെടുത്താൻ ഇതുകൊണ്ടൊന്നും നേരിടാൻ കഴിയുമെന്ന് ധരിക്കരുത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. CBIയെയും EDയെയും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഭരണകക്ഷികൾ ഉപയോഗിച്ച ചരിത്രം ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഒരേ ചിന്താഗതിക്കാരായി. കേരളത്തിൽ അധികാരത്തിൽ വന്നവരും കേന്ദ്രത്തിൽ ഇരിക്കുന്നവരും. ഈ തക്കം ഉപയോഗിച്ചുകൊണ്ട് RSS സംഘപരിവാറിന്റെയും BJPയുടെയും പരസ്പര ബന്ധത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഗമായി ഇടതുപക്ഷത്തെ തകർക്കുക, CPMനെ തകർക്കുക, ഈ നാടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ദുർബലപ്പെടുത്തുക. ഇതിന്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മൗലിക അവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ്. ഈ ഒരു റെയ്ഡ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള കയ്യേറ്റമാണിത്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ആ രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഓടിയെത്തിയത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാളികളാണ്. അതിന്റെ ഒരു ഭാഗമാണിത്. അതുകൊണ്ട് രാഷ്ട്രീയ വിരോധം തീർക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ഇവിടെ തന്നെ നിങ്ങൾക്ക് പിണറായിക്കാർക്കൊക്കെ അറിയല്ലേ, തോക്കും കൊണ്ടുവന്ന ഒരാൾ ഇരുന്നിട്ടില്ലേ ഇവിടെ? എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. എനിക്ക് വണ്ടിയിൽ വെടിയേറ്റത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല വന്നത്. എന്തൊക്കെ സംഭവങ്ങൾ നടന്ന നാടാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചനകളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കി കേരളത്തിന്റെ മേൽ ആധിപത്യം ചെലുത്താൻ, ഇടതുപക്ഷ ചിന്തകളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ, ഇടതുപക്ഷ ചിന്തകളെ നിഷ്കാസനം ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകണം. കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചതായി കണ്ടില്ല, ആഭ്യന്തരമന്ത്രിയും പ്രതികരിച്ചതായി കണ്ടില്ല. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ളതിന്റെ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ ചെയ്തു വെക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിയമവിരുദ്ധമായ നിലപാടുകളിലേക്കാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നീങ്ങിയിട്ടുള്ളത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഇതിനെ ചോദ്യം ചെയ്യുകയും പ്രതിരോധിക്കുകയും വേണം. നമുക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി ജനകീയ ശക്തിയാണ്. ആ ജനകീയ ശക്തി സമാഹരിക്കണം. ഇതൊരാളുടെ പ്രശ്നമല്ല, നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. നിയമവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ ജനവിരുദ്ധ ശക്തികൾ ശക്തിപ്പെടും. അതുകൊണ്ട് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ, നിയമവിരുദ്ധ പ്രവൃത്തികൾ, ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തികൾ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ എല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തെ ശക്തമായി എതിർക്കാൻ മുന്നോട്ട് വന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, അധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വളരെ ശാന്തരാണ് ഇന്ന് ജനത. നിയമവിരുദ്ധ പ്രവൃത്തികളിലേക്ക് പോയാൽ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല.
അതുകൊണ്ട് ഭരണാധികാരികളാണ് ക്രമസമാധാനം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ. അവരാണ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത്. ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയ വിദ്വേഷം, രാഷ്ട്രീയ എതിർപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള ശത്രുത, രാഷ്ട്രീയമായ കുടിപ്പക, അതിന്റെ ഭാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും. ആ സംഭവങ്ങളുടെ പ്രത്യാഘാതം, അതിന്റെ ഉത്തരവാദികൾ ഭരണാധികാരികളായിരിക്കും. ഇവിടെ ഇതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ഉത്തരവാദികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ ഇത്തരമൊരു നീക്കം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ്, അവരുടെയൊക്കെ പിന്തുണയും സഹായവും ഇല്ലാതെ, അവരറിയാതെ ഇത്തരമൊരു സംഭവം നടക്കില്ല. രാഷ്ട്രീയ മര്യാദയുടെ ലംഘനമാണിവിടെ, ജനാധിപത്യ ബോധത്തിന്റെ ലംഘനമാണിവിടെ. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചുമതല. ആ ചുമതല നിർവഹിക്കാൻ നിങ്ങൾ ഇവിടെ സന്നിധേയരായി. പിണറായിയിലെ ജനത ഇതറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഓടിയെത്തി. നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ജനാധിപത്യ ബോധവും നാടിന്റെ സംരക്ഷണ ബോധവും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പാർട്ടിയുടെ നേതാക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി, ഇതിപ്പോൾ വലിയ വാർത്തയല്ലേ, ഇന്റർനാഷണൽ വാർത്തയാണ്. കേരളത്തിൽ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു. പാർട്ടിക്കെതിരാണത്, പാർട്ടിയെ തകർക്കാനാണത്. ദേശീയ വാർത്തകളാക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെതിരായിട്ടുള്ള വാർത്തകളാക്കുക. അത് ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക. ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് ആ വാർത്തകൾ പ്രചരിപ്പിക്കുക. ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ. അല്ലാതെ പിണറായിയുടെ വീട്ടിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടോ? എന്താ ഇവിടെ പരിശോധിക്കാനുള്ളത്? അതാണ് തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ തെറ്റായ നിലപാട് അടിയന്തരമായി തിരുത്തുക, വന്നുപോയ അബദ്ധം മനസ്സിലാക്കുക, ജനങ്ങളോട് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക. അതാണ് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും നിർവഹിക്കാനുള്ളത്. അതാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പോകുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ എല്ലാവരും ഇരിക്കും. പിന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ലെന്ന് പറയരുത്. ജനങ്ങൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഒരുപാട് സഹിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ള വന്നെത്തിയിട്ടുള്ളവരെല്ലാം. ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ ജനതയെ ഒന്ന് ഭയപ്പെടുത്താൻ നോക്കരുത്. അതുകൊണ്ട് തെറ്റായ നിലപാടുകളിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോടും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.